അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ ഒരു കേസിൽ ചെന്താമരയ്ക്ക് ജീവപര്യന്തം ശിക്ഷയാണ്. പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരം ജീവപര്യന്തമോ അല്ലെങ്കിൽ ഇരട്ട ജീവപര്യന്തമോ അല്ലെങ്കിൽ വധശിക്ഷയോ വേണമെന്നായിരുന്നു ആവശ്യം. അതിലിപ്പോൾ ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി. എന്തായാലും പോത്തുണ്ടി സജിത കൊലക്കേസിൽ ചെന്താമരയ്ക്ക് ജീവപര്യന്തം ശിക്ഷ ഈ ഒരു കേസിൽ വന്നിരിക്കുകയാണ്. ക്രൂരതയ്ക്കുള്ള ശിക്ഷ എന്നാണ് കോടതി പരാമർശിക്കുന്നത്. നമുക്കറിയാം 66 സാക്ഷിമൊഴികളുടെയും ഫോറൻസിക് തെളിവുകളുടെയും അതേപോലെ തന്നെ സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസിൽ ശിക്ഷ വന്നിരിക്കുന്നത്. ജീവപര്യന്തം ശിക്ഷ വന്നിരിക്കുകയാണ് ചെന്താമരയ്ക്ക്. ദീപ്തി, ഇരട്ട ജീവപര്യന്തം ശിക്ഷ എന്ന ഒരു വിധി വന്നു എന്ന് വിധി വരുന്നുണ്ട്. എന്തായാലും കോടതി പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട പോലെ തന്നെ പ്രോസിക്യൂഷനും കുടുംബവും ആഗ്രഹിച്ച പോലൊരു വിധി വന്നിരിക്കുകയാണ്. ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ ചെന്താമരയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. ചെന്താമര ഇരട്ട ജീവപര്യന്തം ജയിലിൽ കഴിയട്ടെ അല്ലെങ്കിൽ ആജീവനാന്തം ജയിലിൽ കഴിയണം എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. 2019 ഓഗസ്റ്റ് 31 നടന്ന കൊലപാതകത്തിലാണ് ഇപ്പോൾ ശിക്ഷ വിധി വന്നിരിക്കുന്നത്. ഇരട്ട ജീവപര്യന്തം ചെന്താമരയ്ക്ക് ശിക്ഷാവിധി വന്നിരിക്കുകയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും. സജിതയുടെ കുടുംബവും അതുപോലെ തന്നെ നാട്ടുകാരും ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ അവരാവശ്യപ്പെട്ടിരുന്ന ഒരു വിധി തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. ഏവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു വിധി അല്ലെങ്കിൽ ആശ്വാസകരമായ ഒരു വിധി എന്ന് വേണം പറയാൻ. കാരണം ആ മക്കളും അതുപോലെ തന്നെ കുടുംബമൊക്കെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു തങ്ങളുടെ അമ്മയെയും അച്ഛനെയും മുത്തശ്ശിയെയും കൊലപ്പെടുത്തിയ ചെന്താമരയ്ക്ക് അർഹിക്കുന്ന അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ നൽകണം എന്നൊരു ആവശ്യം പ്രോസിക്യൂഷനും അതുപോലെ തന്നെ കുടുംബവും മക്കളും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു. അതിനുള്ള ഒരു ശിക്ഷാവിധി തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷാവിധി വന്നിരിക്കുകയാണ്. പാലക്കാട് നെന്മാറ പോത്തുണ്ടി സ്വദേശി സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ, കടുത്ത ശിക്ഷ കോടതി വിധിച്ചിരിക്കുകയാണ്. 2019 ഓഗസ്റ്റ് 31 സജിതയെ കൊലപ്പെടുത്തിയത്. ഈ ഒരു കേസിലാണ് ഇപ്പോൾ ചെന്താമരയ്ക്ക് ജയിൽ ശിക്ഷ അല്ലെങ്കിൽ ശിക്ഷാവിധി വന്നിരിക്കുന്നത്. ആജീവനാന്തം ജയിലിൽ കഴിയുക എന്നാണ് കോടതി ഈ ഒരു വിധിയിലൂടെ പുറപ്പെടുവിക്കുന്നത്. എന്തായാലും ചെന്താമര ആജീവനാന്തം ജയിലിൽ കഴിയേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇരട്ട ജീവപര്യന്തമാണ് ചെന്താമരയ്ക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. 2019 ഓഗസ്റ്റ് 31 സജിതയെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ ശിക്ഷാവിധി വന്നിരിക്കുന്നത്. ഇരട്ട ജീവപര്യന്തമാണ് സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ചെന്താമരയ്ക്ക് കോടതി വിധിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ സജിതയുടെ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ഇനിയും ഇരട്ട കൊലപാതകം ബാക്കിയുണ്ട്. സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ കേസിലും ഇനി വിചാരണ നടക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ കേസിലും ഇനി വിധി വരേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ സജിതയെ കൊന്ന കേസിലാണ് ഇപ്പോൾ ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 2 വകുപ്പുകളായി ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം, സജിത കൊലക്കേസിൽ നെന്മാറ കൊലക്കേസിൽ ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. നിലവിൽ ഇരട്ട ജീവപര്യന്തത്തിനൊപ്പം 4,27,000 രൂപ പിഴ കൊടുക്കാനും കോടതി ശിക്ഷ വിധിച്ചിട്ടുണ്ട്. നമുക്കറിയാം അതിക്രൂരമായ നാടിന് നടുക്കിയൊരു കൊലപാതകം തന്നെയായിരുന്നു ചെന്താമര സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു സംഭവം. അതിലാണ് ഇപ്പോൾ ഇരട്ട ജീവപര്യന്തവും 4,27,000 രൂപ പിഴയും കൊടുക്കാൻ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ചെന്താമരയെ ഇപ്പോൾ കോടതിയിൽ നിന്നും കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതും അടക്കമുള്ള ദൃശ്യങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ്. അതെല്ലാം തന്നെ യാതൊരു കൂസലുമില്ലാതെ അല്ലെങ്കിൽ മുഖഭാവമോ മറ്റു വ്യത്യാസമോ ഒന്നും തന്നെ ഇല്ലാതെയായിരുന്നു ചെന്താമര പോയിട്ടുണ്ടായിരുന്നത്. അതെല്ലാം തന്നെ തനിക്ക് യാതൊരുവിധ കുറ്റബോധമോ ഒന്നും തന്നെ ഇല്ല എന്ന് സൂചിപ്പിക്കുന്നത് തന്നെയായിരുന്നു. അതിലാണ് ഇപ്പോൾ എന്തായാലും ശിക്ഷ വന്നിരിക്കുന്നത്. ഇരട്ട ജീവപര്യന്തവും 4,27,000 രൂപ പിഴയും കൊടുക്കാനാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 2 വകുപ്പുകളിലായാണ് ഇത്തരത്തിൽ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇരട്ട ജീവപര്യന്തം ജീവിതാവസാനം വരെ ചെന്താമര ജയിലിൽ കഴിയട്ടെ എന്ന് തന്നെയാണ് കോടതിയും വിധിച്ചിരിക്കുന്നത്. എന്തായാലും നെന്മാറയിലെ പോത്തുണ്ടിയിലെ നാട്ടുകാരും അതുപോലെ തന്നെ സജിതയുടെ കുടുംബവും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വിധി തന്നെയാണ്. ആശ്വാസകരമായ വിധി തന്നെയാണ്. കുട്ടികളുടെ ഒരു ആവശ്യപ്രകാരം അല്ലെങ്കിൽ അവരുടെ
അവർക്ക് ആശ്വാസകരമായ ഒരു വിധി തന്നെയാണ് ഇപ്പോൾ ചെന്താമരയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അപൂർവങ്ങളിൽ അപൂർവമല്ല എന്നാണ് കോടതി ഈ ഒരു കേസിനെ നിരീക്ഷിച്ചത്. പ്രതിഭാഗം വാദിക്കുന്നുണ്ടായിരുന്നു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണ്, ചെന്താമരയ്ക്ക് മറ്റ് ദുശീലങ്ങളോ അല്ലെങ്കിൽ മറ്റ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് തന്നെ ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് എന്നായിരുന്നു പ്രതിഭാഗത്തിൻ്റെ ഒരു വാദം. എന്നാൽ അത് അങ്ങനെയല്ല എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. 3 വകുപ്പുകളിലായി 2 ജീവപര്യന്തം ശിക്ഷയാണ് നിലവിൽ കോടതി വിധിച്ചിരിക്കുന്നത്. ക്രൂരതയ്ക്കുള്ള ശിക്ഷ എന്ന് തന്നെയാണ് കോടതി ഈ ഒരു വിധി പരാമർശത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിലവിൽ ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തവും 4,27,000 രൂപ പിഴയും ഒടുക്കാൻ കോടതി വിധിച്ചിരിക്കുകയാണ്. പ്രോസിക്യൂഷൻ്റെ വാദങ്ങളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളൊക്കെ തന്നെ നിർണായകമായിരുന്നു കേസിൽ. ജീവപര്യന്തവും കൊലപാതകത്തിനാണ് ജീവപര്യന്തം തടവ് ലഭിച്ചിരിക്കുന്നത്. 5 വർഷം ഇതിൽ 5 വർഷം തെളിവ് നശിപ്പിച്ച കേസിലും അതിക്രമിച്ച് വീട്ടിൽ കയറിയതിനും അതുപോലെ തന്നെ കയറിയതിനാണ് ഒരു ജീവപര്യന്തം വിധിച്ചിരിക്കുന്നത്. സജിതയുടെ മക്കളും ഒടുക്കമുള്ള കുടുംബവും എത്തിയിരുന്നു ഈ ഒരു വാദം കേൾക്കാനായിട്ട്. എല്ലാവർക്കും ആശ്വാസകരമായ ഒരു വിധി തന്നെയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. വീട്ടിൽ അതിക്രമിച്ചു കയറുക, തെളിവ് നശിപ്പിക്കുക, കൊലപാതകം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഇരട്ട ജീവപര്യന്തവും 4,27,000 രൂപ പിഴയും വിധിച്ചിരിക്കുന്നത്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ 67 സാക്ഷിമൊഴികളുടെയും മറ്റ് സാഹചര്യ തെളിവുകളുടെയും ഫോറൻസിക് തെളിവുകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. 4,27,000 രൂപ പിഴയും ഇരട്ട ജീവപര്യന്തവും വിധിച്ചിരിക്കുകയാണ്. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയുടെ ആണ് വിധി. പ്രതിഭാഗം ഉന്നയിച്ച വാദം അപൂർവമായ കേസ് എന്നായിരുന്നു. പക്ഷെ അത് അങ്ങനെയല്ല എന്നാണ് കോടതി ഉദ്ധരിക്കുന്നത്. അപൂർവമായ ഒരു കേസല്ല എന്നുള്ളതാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു വാദം. എന്തായാലും നിലവിൽ നാടിനൊന്നടങ്കം നടുക്കിയ സജിത കൊലപാതക കേസിൽ ചെന്താമരയ്ക്ക് ശിക്ഷ വന്നിരിക്കുകയാണ്. ഇരട്ട ജീവപര്യന്തവും 4,27,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് കോടതി